welcome back to another episode of collegemunshi.com. അപ്പോൾ നമ്മുടെ കോമേഴ്സ് സ്റ്റുഡൻസ് +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും നെക്സ്റ്റ് കോഴ്സായിട്ട് BCom എടുക്കണോ BBA എടുക്കണോ എന്ന്. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവർക്കായിട്ടാണ്. നിങ്ങൾക്ക് BCom ആണോ സ്യൂട്ടാവുന്നത്, BBA ആണോ സ്യൂട്ടാവുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. കുറേ സ്റ്റുഡൻസിന് അറിയാത്തൊരു കാര്യമാണ് BCom എന്താണ്, BBA എന്താണ്, ഇവർ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് കുറേ സ്റ്റുഡൻസിന് അറിയില്ല. അപ്പോൾ +2 കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് BBAക്ക് അപ്ലൈ ചെയ്തിടും BComന് അപ്ലൈ ചെയ്തിടും കിട്ടിയതിന് പോകാമെന്നുള്ളൊരു മൈൻഡിലിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്താണ് BBA, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് BBA ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അതേപോലെ BCom ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രദ്ധിക്കാം. BCom ആയാലും BBA ആയാലും ഒരു 3 ഇയർ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് ഈ രണ്ട് കോഴ്സ് എന്ന് പറയുന്നത്. BBA എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ മെയിനായിട്ട് കവർ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, ബിസിനസ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ BBAയിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഓൺടർപ്രണർഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കോർപ്പറേറ്റ് ജോബ്സ്, മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബിസിനസ്, ഫിനാൻസ്, HR പോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ എങ്കിലും നിങ്ങൾക്ക് BBA ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ MBA എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആയിരിക്കും BBA എന്ന് പറയുന്നത്. വേറെ കുറേ സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MBA ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ MBA ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് BBA എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റത്തെ ഒരു കോഴ്സാണ് BCom, ബാച്ചിലർ ഓഫ് കോമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ്, ബാങ്കിങ്, അക്കൗണ്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCom ചൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൽ മെയിനായിട്ട് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, എക്കണോമിക് ആൻഡ് ബിസിനസ് ലോ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു BComൽ നിങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഫിനാൻസ്, ടാക്സേഷൻ, ബാങ്കിങ് പോലുള്ള കാര്യങ്ങളിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് വെച്ചെങ്കിലും നിങ്ങൾക്ക് BCom എടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക, അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് BCom എടുക്കുന്നത് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ആൻഡ് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ഓഡിറ്റിങ് പോലുള്ള കാര്യങ്ങളും ഈ ഒരു BComൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ കുറച്ചുകൂടി ടാക്സേഷൻ, ബാങ്കിങ്, അക്കൗണ്ടിങ് പോലുള്ള കാര്യങ്ങൾ ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BCom എടുക്കുക. അതേപോലെ തന്നെ ബിസിനസ്, മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA ചൂസ് ചെയ്യാം. ഇനി BBA എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ജോബ്സ്, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളിൽ വർക്ക് ചെയ്യുക, മാനേജ്മെന്റ് റോൾസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് BBA ഗ്രാജുവേറ്റ്സിന് എന്തൊക്കെ ജോബ് റോൾസ് ആണ് കിട്ടാൻ നമുക്ക് നോക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, സെയിൽസ് മാനേജർ, ഓൺടർപ്രണർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒരു BBA ഗ്രാജുവേറ്റ്സിനെ വെയിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ BCom ആണെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BCom ഗ്രാജുവേറ്റ്സ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഫിനാൻസ്, ബാങ്കിങ്, ടാക്സേഷൻ പോലുള്ള ഫീൽഡിലാണ്. അപ്പോൾ ഇവർക്ക് പറ്റിയ ജോബ് റോൾസ് എന്ന് പറയുന്നത് അക്കൗണ്ടന്റ്, ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടന്റ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ് പോലുള്ള ജോബ് റോൾസ് ആണ് BCom ഗ്രാജുവേറ്റ്സിനെ കാത്തിരിക്കുന്നത്. ഈ ഒരു BBA ആണെങ്കിലും BCom ആണെങ്കിലും രണ്ട് കോഴ്സുകൾ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു കോളേജ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പോലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ തന്നെ അവർക്ക് ഏതെങ്കിലും കമ്പനീസുമായിട്ട് ടൈപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. സോ അങ്ങനെ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കിട്ടാനോ അതേപോലെ തന്നെ ആ ഒരു കമ്പനീസിൻ്റെ ആഡ് ഓൺ കോഴ്സുകൾ, സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ട് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് ഇനി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫ്രഷേഴ്സിന് 2 കോഴ്സ് പഠിച്ചാലും നല്ല രീതിയിലുള്ള സാലറി പാക്കേജസ് ആണ് കിട്ടുന്നത്. ഇനി BBA ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 to 6 lakh per annum വരെയുള്ള ഒരു സാലറി പാക്കേജ് കിട്ടും. ഇനി BCom ഗ്രാജുവേറ്റ്സിനാണെങ്കിൽ 2 to 4.5 lakh per annum വരെയുള്ള ഒരു സാലറി പാക്കേജും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും നിങ്ങളുടെ സാലറി പാക്കേജ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഒരു ഹയർ സ്റ്റഡീസ് BCom എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ MCom ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ BBA എടുത്ത സ്റ്റുഡൻസിന് MBA എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് സാലറി പാക്കേജ് വളരെ ഹൈ ആയിക്കൊണ്ട് വരും. സോ നിങ്ങൾ ഇതേപോലെ തന്നെ BBA ആണെങ്കിലും BCom ആണെങ്കിലും സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ നോക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഇനി നിങ്ങൾക്ക് BBA ആണെങ്കിലും BCom ആണെങ്കിലും നല്ല കോളേജസ് ചൂസ് ചെയ്യാൻ ഡൗട്ടായിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.